എല്ലാവർക്കും നമസ്കാരം. ഇന്ന് 2 സിനിമയാണ് കണ്ടത്. ഒന്ന് ഉള്ളൊഴുക്ക്, അതിൻ്റെ റിവ്യൂ അല്ല, അനുഭവ സാക്ഷ്യം ഓൾറെഡി ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടിട്ടില്ലാത്തവർ അത് കാണുക. ഇപ്പോൾ സംസാരിക്കാൻ പോകുന്നത് നടന്ന സംഭവം എന്ന് പറഞ്ഞാൽ ബിജു മേനോൻ, സുരാജ് വെഞ്ഞാറമൂട് ചിത്രത്തിനെ കുറിച്ചിട്ടാണ്. ഈ സിനിമേനെ കുറിച്ചിട്ട് പറഞ്ഞു തുടങ്ങുമ്പോൾ ഇതിൽ ഫസ്റ്റ് എടുത്തു പറയേണ്ടത് റെപ്രസെൻറ്റേഷൻസ് ആണ്. റെപ്രസെൻറ്റേഷൻസ് എന്ന് വെച്ചാൽ ഈ സമൂഹത്തിലുള്ള ഓരോ വ്യക്തികളെയും, ഓരോ ടൈപ്പ് മനുഷ്യരെയും കൃത്യമായിട്ട് റെപ്രസെൻ്റ് ചെയ്തിട്ടുണ്ട് ഈ സിനിമയിൽ. അയ്യോ, അതിനൊരു വലിയൊരു ഗംഭീര കയ്യടി ഇതിൻ്റെ സംവിധായകനും എഴുത്തുകാരനും കൊടുക്കണം. ഇത് രണ്ടും ഒരാളാണെന്നുണ്ടെങ്കിൽ പുള്ളിക്ക് കൊടുക്കണം. അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതൊരു കിടിലൻ സംഭവമാണ്. നിങ്ങൾ തിയേറ്ററിൽ നിന്ന് കാണുമ്പോൾ മനസ്സിലാവും ഓരോ വ്യക്തികളും ഒരു കാര്യത്തിനെ സമീപിക്കുന്ന രീതികൾ, സമീപിക്കുന്ന ചില സാഹചര്യങ്ങൾ കൊണ്ട് ചിലവർ സമീപിക്കുന്ന രീതി, അങ്ങനെ പലതരത്തിലുള്ള സിറ്റുവേഷൻസ് ഈ സിനിമയിൽ കാണിക്കുന്നുണ്ട്. അതൊക്കെ കിടിലനായിരുന്നു കേട്ടോ. ഞാൻ കൂടുതൽ ഡീറ്റെയിലേക്ക് പോകുന്നില്ല, നിങ്ങൾക്ക് സിനിമ കാണുമ്പോൾ മനസ്സിലാവും. രണ്ടാമത് എനിക്കെടുത്ത് പറയേണ്ടത് ഇതിലെ കഥാപാത്രങ്ങൾക്ക് പേരിട്ടവനെയാണ്. കുനിച്ചു നിർത്തിയിടിക്കണം. അതെൻ്റെ പേഴ്സണലായിട്ടുള്ള ഒരു വ്യക്തിപരമായിട്ടുള്ള ഒരു അഭിപ്രായമാണ്. നിങ്ങളതിനങ്ങനെ കണ്ടാൽ മതി. അത് പോട്ടെ. പിന്നെ പറയേണ്ടത് പിന്നെന്താണ് പറയേണ്ടത്? പിന്നെ പെർഫോമൻസ് തന്നെയാണ് പറയേണ്ടത്. പെർഫോമൻസിൽ സുരാജ് വെഞ്ഞാറമൂടും അതുപോലെ തന്നെ നമ്മുടെ ബിജു മേനോനും പൊളിച്ചടുക്കിയിട്ടുണ്ട്. അതായത് നമ്മൾ സ്ഥിരം അവരുടെ ഒരു പാറ്റേണിൽ കാണുന്ന പെർഫോമൻസ് കാര്യങ്ങളിനേക്കാൾ അപ്പുറത്തേക്ക് ഒരു നല്ല ക്യാരക്ടേഴ്സാണ് രണ്ടുപേർക്കും ഇതിൽ കിട്ടിയത്. ബിജു മേനോൻ കുറച്ചധികം നാളുകളായിട്ട് പോലീസ് ക്യാരക്ടറാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സുരാജ് വെഞ്ഞാറമൂട് പിന്നെയും ഒരുപാട് വെറൈറ്റി പിടിക്കുന്നുണ്ട്. അങ്ങനെ ഒരു വെറൈറ്റി ക്യാരക്ടറാണ് ഇതിലേക്ക് വരുമ്പോഴും. അങ്ങനെ ഒരു ആ സുരാജിൻ്റെ ചെറിയ ചില പെർഫോമൻസ് ഉണ്ട്. വെള്ളം അടിച്ചിട്ട് ഓക്കെ സെറ്റ് എന്നുള്ള രീതിയിൽ ഡ്രസ്സൊക്കെ സെറ്റ് ചെയ്തിട്ട് പറ്റാണ് കേട്ടോ ആള് വീടിൻ്റെ അകത്തേക്ക് കയറി പോകുന്ന സീനൊക്കെ എൻ്റെ പൊന്നെ പെർഫെക്റ്റ് എന്നല്ല പറയണത്. നമ്മൾ ശരിക്കും പുള്ളി അടിച്ചിട്ടാണോ പോണേന്ന് തോന്നിപ്പോ അത്രയും ഗംഭീരമായിട്ടാണ് ചെയ്തു വെച്ചേക്കുന്നത്. എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ ഇതിലെ സ്ത്രീ കഥാപാത്രങ്ങളുടെ പെർഫോമൻസ് കാര്യങ്ങളെല്ലാം അടിപൊളിയായിട്ടുണ്ട്. എനിക്ക് പേര് കാര്യങ്ങൾ ഞാൻ നോക്കിയിട്ടില്ല. രണ്ടുപേരും, അതായത് ബിജു മേനോൻ്റെ വൈഫായിട്ട് അഭിനയിച്ച ശ്രുതി രാമചന്ദ്രൻ, യെസ്. പിന്നെ നമ്മുടെ സുരാജിൻ്റെ വൈഫായിട്ട് അഭിനയിച്ച ജയ് ഭീമിലെ നായിക. അപ്പോൾ ഇവരുടെ പെർഫോമൻസ് കാര്യങ്ങളെല്ലാം ഗംഭീരമായിട്ടുണ്ട്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കാരണം വലിയ രീതിയിലുള്ള ഒരു പെർഫോമൻസ് അല്ലെങ്കിൽ കുറച്ച് ഇമോഷൻസ് കൈകാര്യം ചെയ്യാനുള്ളത് നമ്മുടെ ജയ് ഭീമില നായികക്ക് തന്നെയാണ്. അവർ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അവരുടെ പെർഫോമൻസ്. നമ്മൾ ആ സിനിമയിൽ കണ്ടതാണ്. ഇതിലേക്ക് വരുമ്പോൾ നന്നായിട്ടുണ്ട്, അങ്ങനെ എനിക്ക് പറയാനുള്ളൂ. അതിനേക്കാൾ വലിയൊരു പെർഫോമൻസ് ഇനി അവർ കാഴ്ചവെക്കണം, ഒരു ഗംഭീരം എന്ന് പറയണമെന്നുണ്ടെങ്കിൽ. അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു നല്ല രീതിയിൽ. എല്ലാവരുടെയും പെർഫോമൻസ് അടിപൊളിയായിട്ടുണ്ട്. പിന്നെ ഇതിലെ ഒരു കുറച്ച് ഗ്യാങ്ങിനെ കാണിക്കുന്നുണ്ട്. പല ടൈപ്പല്ല, പ്രത്യേകിച്ച് ഈ നമ്മളെന്താ പറയുക, ഈ അയൽക്കൂട്ടം പെണ്ണുങ്ങൾ എന്ന് പറയുന്നൊരു പദപ്രയോഗം പണ്ട് തൊട്ടേ പല ടൈപ്പ് ആളുകളെയും വിലയിരുത്താൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാറുണ്ട്. അതൊക്കെ മാറേണ്ട സമയമായെന്ന് ഈ സിനിമ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ലിറ്ററലി പല സദസ്സുകളിലും നമ്മൾ കേൾക്കുന്ന സംഭാഷണങ്ങളും ഡയലോഗുകളും ഒക്കെ തന്നെയാണ് ഈ സിനിമയിലേക്ക് പ്ലേസ് ചെയ്തിരിക്കുന്നത്. ഒരു കിടിലൻ പടമാണ്. നിങ്ങൾ ഉറപ്പായിട്ടും മസ്റ്റായിട്ടും നിങ്ങൾ കണ്ടിരിക്കേണ്ട പടമാണ്. ഉള്ളൊഴുക്ക് എന്ന സിനിമ നിങ്ങൾ കാണണമെന്ന് ഞാൻ പറയുന്നത് അതൊരു സിനിമാറ്റിക് എക്സ്പീരിയൻസ് ആണ്. അല്ലെങ്കിൽ ഒരു മികച്ച ഒരു സിനിമ കണ്ട ഒരു ഫീല്, അല്ലെങ്കിൽ അങ്ങനെ ഒരു ഫീല് നിങ്ങൾക്ക് ഇടും. നല്ല പെർഫോമൻസ് കണ്ട അതായത് അതിനൊക്കെ വേണ്ടിയിട്ട് നിങ്ങൾ ഉള്ളൊഴുക്ക് എന്ന് പറഞ്ഞ സിനിമ കാണണം. ഈ സിനിമ നിങ്ങൾ കാണേണ്ടത് നിങ്ങൾക്കൊന്ന് ഇരുത്തി ചിന്തിക്കാം. നിങ്ങൾക്ക് നിങ്ങളുടെ ചുറ്റുമുള്ള ആളുകളെ ഒന്ന് വിലയിരുത്താം. അതിനൊക്കെ വേണ്ടിയിട്ട് നമ്മളെ സിനിമയുടെ പർപ്പസുകൾ പല രീതിയിലാണല്ലോ. അപ്പോൾ ഈ രണ്ടാമത് പറഞ്ഞ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഈ നടന്ന സംഭവം നിങ്ങൾ കാണണം. അത് നിങ്ങൾ ഒരിക്കലും വിട്ടുകളയരുത്. ഗംഭീര സിനിമയാണ്. അപ്പോൾ അത്രേ ഉള്ളൂ. ക്ലൈമാക്സിലേക്കൊക്കെ വന്നപ്പോൾ ഉണ്ടല്ലോ, സത്യം പറഞ്ഞാൽ ചിരിച്ചു പോയി. അത്ര നേരം ഒരു സീരിയസ് സംഭവത്തിലൂടെയാണ് സിനിമ പോകുന്നത്. ക്ലൈമാക്സിലേക്ക് വന്നപ്പോൾ സംഭവം പിടിവിട്ടുപോയി. അത് ഗംഭീര സാധനമായിരുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അത്രേ ഉള്ളൂ സിനിമയെ കുറിച്ചിട്ട് പറയാനായിട്ട്. അടിപൊളി പടമാണ്. എല്ലാവരും പോയി കാണുക.